എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ ജിയോനെ അതേപോലെ തന്നെ ജെയിനെയും കാണിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും ഇപ്പൊ ഡിസ്ചാർജായി വീട്ടിലോട്ട് വന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ ജിയോൺ ജയിലെടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അതായത് നമ്മുടെ മിസ്റ്റർ ലീ ആണെങ്കിൽ ജിയോൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് സുമിൻ്റെ അച്ഛനാണ് ഇവനെ ആക്സിഡൻ്റ് ആക്കിയതെന്നും പോരാത്തതിന് 80 മില്യൺ രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തതു എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജയ് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ജിയോൺ പറയും, നമ്മൾ വിചാരിച്ച പോലൊന്നും നമ്മുടെ ലൈഫ് പോകുന്നില്ല എന്ന്. ഇത് കേൾക്കുന്നേം ജയ് പറയും, അതെ അത് സത്യമാണ്, ഞാനും വിചാരിച്ചത് മിന്നു സുമിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നമെല്ലാം തീരുവെന്ന. എന്നാൽ ഇവിടെ ഇപ്പോൾ പുതിയ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, യൂറ. സത്യത്തിൽ ഞാൻ അവളുമായിട്ടുള്ള മാരേജ് ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞ തവണയും. ഒരുപാട് തവണ സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മാത്രമാണ് അവൾ ഞാനുമായിട്ടുള്ള മാരേജ് തന്നെ ബ്രേക്ക് ആയത്. അതുകൊണ്ട് നമുക്ക് അവളെ അത്ര നിസ്സാരമായിട്ട് എടുക്കാനൊന്നും പറ്റത്തില്ല, നീ അവളെ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീവൻ പറയും, അതെ എനിക്കത് മനസ്സിലായി, എനിക്ക് തോന്നുന്നത് ഇപ്പം നടന്ന ആക്സിഡൻറ്റിലും യൂറയ്ക്ക് നല്ല പങ്കുണ്ട് എന്നാ. എന്തൊക്കെ പറഞ്ഞാലും നമുക്കിപ്പോൾ നമ്മുടെ ലൈഫ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. മിസ് യാങ്ങിൻ്റെ അവസ്ഥ നീ കണ്ടില്ലേ? മിസ് യാങ്ങിനെ ആണെങ്കിൽ ഇപ്പോൾ വളരെ മോശം സിറ്റുവേഷനാണ്. എൻ്റെ ഫേറ്റും മൊത്തത്തിൽ പോയിരിക്കുന്ന ഇപ്പോൾ അവർക്കാണ്. എനിക്ക് അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അവരുടെ ഹസ്ബൻഡും ഇപ്പോൾ അവരെ ചീറ്റ് ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ ജീവൻ പറയും. ഇത് കേൾക്കുന്നേ ജയ അവളെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് അവൾക്കൊരു ഉമ്മയും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മിസ് യാങ്ങിനെയാണ്. അവർക്കാണെങ്കിൽ ഇപ്പോൾ മനസ്സിലായിരുന്നല്ലോ അവരുടെ ഹസ്ബൻഡാണെങ്കിൽ അവരെ ചീറ്റ് ചെയ്യുക എന്ന്. അതുകൊണ്ട് തന്നെ അവരതിൻ്റെ തെളിവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ അവർക്ക് തെളിവ് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ കാറിൻ്റെ ഡാഷ് ക്യാം ഇല്ലേ, അതിനകത്ത് മെമ്മറി കാർഡായിരുന്നു. അങ്ങനെ നമ്മളുടെ മിസ് യാങ് ആണെങ്കിൽ അതെടുത്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ ലീ ഇല്ലേ, ജെയിനെ നേരിട്ട് വന്ന് കാണുന്ന. അവിടെ മിസ്റ്റർ ലീ ആണെങ്കിൽ ഒരുപാട് എവിഡൻസും ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സുമിൻ്റെ അച്ഛന് പൈസ കിട്ടുന്നതും അങ്ങനെയുള്ള ഒരുപാട് ഫോട്ടോസ്. എന്നിട്ട് അവൻ വന്നിട്ട് പറയും, ഞാനിപ്പോൾ നിങ്ങളുടെ ആ ഒരു ആക്സിഡൻറ്റ് കേസില്ലേ അതിനെ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഏതോ ഒരു കുടിച്ചൊരാൾ അറിയാണ്ട് വന്ന് ഇടിച്ചതാ എന്നാ പറഞ്ഞേക്കുന്നത്. എനിക്ക് നല്ലതുപോലെ അറിയാം ഇതിൻ്റെ പിന്നിൽ മിന്നും സുമിനും അതേപോലെ തന്നെ യൂറയും ഒക്കെ ഉണ്ടെന്ന്. എങ്കിലും അവരൊന്നും ആക്ട് ചെയ്യാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന എന്തിനാ എന്നാ എനിക്ക് മനസ്സിലാവാതെ. പോരാത്തിന് നിനക്ക് നല്ലതുപോലെ അറിയാമായിരുന്നല്ലേ നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും പറ്റുമെന്ന്. അതുകൊണ്ടല്ലേ നീ ആണെങ്കിൽ നിൻ്റെ കയ്യിലുള്ള സ്വത്തും പണവും ഒക്കെ കുറച്ച് ജിയോൻ്റെ പേരിലോട്ടും മാറ്റിയത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജയ ആണെങ്കിൽ വേഗം വന്ന് ഈ മിസ്റ്റർ ലീനെ അങ്ങ് കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ എൻ്റെ സ്വന്തം ബ്രദർ അല്ലെങ്കിലും എനിക്ക് എൻ്റെ ബ്രദറിനെ പോലെ തന്നെയാണ്. എന്തായിരുന്നാലും നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നോട് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ എല്ലാം ചെയ്തു തന്നതിന് ഒരുപാട് താങ്ക്സ് എന്ന് പറയും. ഇത് കേൾക്കുന്നേ മിസ്റ്റർ ലീ പറയും, ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അല്ല നിൻ്റെ കയ്യിലെ കെട്ടഴിക്കാറായില്ലേ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരാഴ്ചയോളം ആവുന്നല്ലോ. ഇത് കേൾക്കുന്നേ നമ്മുടെ ജയ പറയും, അതെ ഇത് അഴിക്കാറായി, എന്നാലും ജിയോണാണ് പറഞ്ഞേക്കുന്നത് ഇത് അഴിക്കണ്ട എന്ന്. അവൾ പറഞ്ഞ സ്ഥിതിക്ക് ഇതിട്ടുകൊണ്ട് തന്നെ ഇരിക്കാമെന്ന് ഞാനും വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജിയോണും അതേപോലെ തന്നെ ജയും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ജയുടെ കയ്യിലായിട്ട് ഇപ്പോൾ പ്ലാസ്റ്റർ കിട്ടേക്കില്ല, അതുകൊണ്ട് തന്നെ അവന് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ല. അത് കാണുന്നേ നമ്മുടെ ജിയോൺ വന്നിട്ട് ജയ്ക്ക് വാരിയൊക്കെ കൊടുക്കും. ഇതൊക്കെയാണെങ്കിൽ കാണുന്നേ നമ്മുടെ ജയ്ക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവൻ്റെ കൈക്കാണെങ്കിൽ പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ അവൻ അതിനെ നല്ലതുപോലെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജിയോണും ജയും കൂടി നല്ലതുപോലെ ഒരു ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. അവസാനം ഇവളാണെങ്കിൽ ഇവളുടെ ആ റൂമിലോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നേയും പെട്ടെന്ന് തന്നെ ജയ് പറയും, നീ എന്തിനാ ഇപ്പോൾ എന്നെ കളഞ്ഞിട്ട് പോകുന്നത്? എൻ്റെ കൈ ആണെങ്കിൽ നല്ല സുഖമൊന്നും ആയിട്ടില്ല, നിനക്ക് ഇവിടെ നിന്നൂടെ? എൻ്റെ കൈക്കാണെങ്കിൽ നിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജിയോണിന് മനസ്സിലാവും. അതായത് ജയ്ക്ക് അവളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ സ്റ്റേ ചെയ്യും. അങ്ങനെ അവളും അവനും കൂടി അന്നത്തെ നൈറ്റ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യും. ഇവിടെ നമ്മുടെ ജയ ആണെങ്കിൽ ജിയോണിനെ നല്ലതുപോലെ കെയർ ചെയ്യുന്നത്, രണ്ടുപേരോട് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. ജിയോണിന് നല്ല സന്തോഷമുണ്ടായിരുന്നു ഇവൻ്റെ ഈ കെയറിങ് ഒക്കെ കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ ജയ ആണെങ്കിൽ ജിയോണിനെ കാണത്തില്ല. ഇത് കാണുന്നേ അവന് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാവോ? പണ്ടാണെങ്കിൽ മറ്റേ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അവൻ ആ ഗാർഡനിൽ കിടന്നിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോഴും ജിയോണിനെ കാണത്തില്ലല്ലോ. പെട്ടെന്ന് തന്നെ അവനങ്ങ് പേടിച്ചു. അങ്ങനെ അവൻ ചാടി എഴുന്നേറ്റ് അടുക്കളയുടെ അവിടെ ആയിട്ട് വരും. നോക്കുമ്പോൾ എന്തോ നമ്മുടെ ജിയോൺ അവിടെ എന്നിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയാണെങ്കിൽ ഓടി വന്നിട്ട് ഇവളെ പുറകിൽ നിന്ന് വന്നങ്ങ് കെട്ടിപ്പിടിക്കും. ഇത് കാണുന്നേ നമ്മുടെ ജിയോണിനൊന്നും മനസ്സിലാവത്തില്ല. അവൾ ചോദിക്കും, നിനക്കിത് എന്തു പറ്റി, നീ എന്തു പറ്റി ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ പറയും, ഞാൻ വിചാരിച്ചു നീ എന്നെ കളഞ്ഞിട്ട് പോയി എന്ന്, ഞാൻ പേടിച്ചു പോയി എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോണാണെങ്കിൽ ഒരു സംഭവം ശ്രദ്ധിക്കും. അതായത് ഇവൻ ഇന്നലെ വരെ വേദനയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കൈയില്ലേ അതൊരു കുഴപ്പമില്ലാണ്ടാണ് അവനിപ്പോൾ നല്ലതുപോലെ അനക്കുന്നത്. അപ്പോൾ അവൾ ചോദിക്കും, നിനക്കിപ്പോൾ എന്നെ കെട്ടിപ്പിടിക്കാൻ നേരത്ത് വേദനയൊന്നും ഇല്ലായിരുന്നോ? ഉടനെ തന്നെ നമ്മുടെ ജയയുടെ കള്ളത്തരം പൊക്കും. അപ്പോൾ അവൻ പറയും, അത് നീ എൻ്റെ അടുത്തുനിന്ന് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീവന് ഭയങ്കര സന്തോഷവും. അവൾ അങ്ങനെ അവനെ കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നേ
നമ്മുടെ ജിയൂണാണെങ്കിൽ അവളുടെ ഓഫീസിലായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ ആ പഴയ മാനേജറില്ലേ, അയാളാണെങ്കിൽ നമ്മുടെ ജിയൂണിനെ നല്ലതുപോലെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അയാൾ വന്നിട്ട് ചോദിക്കും, നീ എന്താ കറക്റ്റായിട്ട് ഓഫീസിലൊന്നും വരാത്തെ, കറക്റ്റ് സമയത്ത് വരാത്ത എന്താ എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ജിയൂൺ വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്തെ പെട്ടെന്ന് തന്നെ നമ്മുടെ മിസ് യാങ് അവിടേക്ക് വരും. മിസ് യാങ്ങിനെ കാണുന്ന ഈ മാനേജർ ഒന്നും മിണ്ടത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ മിസ് യാങ്ങും സിക്ക് ലീവിലായിരുന്നു. അവരും ഇപ്പോൾ കുറേ നാളിന് ശേഷമാണ് അവിടെ ഡ്യൂട്ടിക്ക് വരുന്നത് തന്നെ. ഇവരെ കാണുന്നതും എല്ലാവരും അവരുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ മിന്നു അവിടേക്ക് വരും. മിന്നാണെങ്കിൽ നമ്മളുടെ ജിയൂണിനെ കാണുന്നതും ഭയങ്കര ഷോക്കാകും. അവൻ വിചാരിക്കും എന്നാലും ഇവളും ഒന്നും സംഭവിക്കാത്ത പോലെ ഇവിടെ വർക്ക് ചെയ്യാൻ വന്നല്ലോ എന്ന്. വേഗം തന്നെ നമ്മളുടെ ഈ മിന്നാണെങ്കിൽ ആ യൂറയിലെ അവളെ വിളിച്ചിട്ട് പറയും, അതായത് ജിയൂണിന് ഒരു കുഴപ്പമില്ല, അവൾ നോർമലായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ യൂറ പറയും, നീ ആണെങ്കിൽ അതൊന്നും ആലോചിച്ചിട്ട് വേറെ ടെൻഷൻ ആവുകയൊന്നും വേണ്ട, നമുക്കതെല്ലാം മാനേജ് ചെയ്യാം. എന്തായിരുന്നാലും ആ സുമിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയണം എന്നെ കോൺടാക്ട് ചെയ്യണം എന്ന്, എന്നാൽ മാത്രമേ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സുമിൻ്റെ അച്ഛനും അമ്മയും ഈ യൂറേനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അവിടെ യൂറ ആണെങ്കിൽ പറയും, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങൾ എന്തായിരുന്നാലും ഇനി ഈ നാട്ടിൽ കുറച്ച് കാലം നിൽക്കേണ്ട, നിങ്ങൾ ചൈനയിലോട്ടോ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലോട്ട് പോയി നിൽക്കുക, എല്ലാ എക്സ്പെൻസും ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സുമിൻ്റെ അച്ഛനും അമ്മയും അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിയൂണും അതേപോലെ തന്നെ മിസ് യാങ്ങും യൂനയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെ മിസ് യാങ് പറയും, ഞാനാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ ചീറ്റ് ചെയ്യുന്നു ഒന്ന് കണ്ടുപിടിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ കേസാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള പ്രൂഫ് തേടി ഞാൻ നടക്കുമായിരുന്നു. അവസാനം എനിക്ക് കാറിൻ്റെ ഡാഷ് ക്യാമിലുള്ള SD കാർഡിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടി. പക്ഷേ അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എൻ്റെ ഹസ്ബൻഡ് വേറൊരു പെണ്ണുമായിട്ട് സംസാരിക്കുന്ന വോയിസ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് വീഡിയോ ക്ലിപ്പിങ്സ് ഒന്നുമില്ല, അതുകൊണ്ട് അതൊരു സോളിഡ് പ്രൂഫല്ല എന്നൊക്കെ നമ്മുടെ മിസ് യാങ് പറയും. എന്നിട്ട് അവർ പറയും, എന്തായിരുന്നാലും ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് നമുക്കവരെ കൈയോടെ പിടിക്കാമെന്ന. ആ കാരണം കൊണ്ട് തന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഡോറിൻ്റെ ലോക്ക് നല്ലതുപോലെ ബ്രേക്ക് ആക്കിയിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ അവരെ രണ്ടുപേരെയും കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുന്നത് നമ്മുടെ ജിയൂൺ ഭയങ്കര ഷോക്കായപ്പം അവൾ വിചാരിക്കും അവളുടെ ലൈഫിൽ എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് സംഭവിച്ചാൽ അതെല്ലാം സെയിം രീതിയിൽ തന്നെ ഇവിടെ റിപ്പീറ്റ് ആവുകയാണല്ലോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയൂൺ ആണെങ്കിൽ മിസ് യാങ്ങിൻ്റെ അടുത്ത് പറയും, അതെ നിങ്ങൾ ഒറ്റയ്ക്കൊന്നും ആ വീട്ടിലോട്ട് പോകണ്ട, എന്നെയും കൂടി കൊണ്ടുപോകും, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിയൂണും അതേപോലെ തന്നെ മിസ് യാങ്ങും രണ്ട് പോലീസുകാരോട് ചേർന്നിട്ട് അവരുടെ വീട്ടിലായിട്ട് തെളിവിന് വേണ്ടി പോകുന്നതാണ്. മിസ് യാങ്ങിൻ്റെ ഹസ്ബൻഡിൻ്റെ ആ കാമുകി പെണ്ണില്ലേ, അവളാണെങ്കിൽ ഒളിച്ചും പാത്തും അവരുടെ വീട്ടിലോട്ട് കയറി പോകുന്നത് നമ്മളുടെ ഈ ജിയൂണും മിസ് യാങ്ങും എല്ലാവരും കൂടി കാണും. അങ്ങനെ അവർ വേഗം തന്നെ ഇവരെ കൈയോടെ പൊക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ വീട്ടിലായിട്ട് കയറി വരും. വന്ന് കയറുന്നത് നമ്മുടെ ജിയൂൺ കണ്ട് ഞെട്ടിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ലൈഫിൽ സംഭവിച്ച സെയിം സിറ്റുവേഷൻസ് ആണ് ഇവിടെയും ക്രിയേറ്റ് ആയേക്കുന്നത്. അതായത് ചീത്തയായ ലോക്ക്, വന്ന് കയറുന്നതും ഫ്രണ്ടിലായിട്ട് ആ റെഡ് കളർ ഷൂ, ഇതേ ഷൂ തന്നെ നമ്മുടെ ജിയൂണും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ കാണുന്നേ നമ്മുടെ ജിയൂൺ ഭയങ്കര ഷോക്കായി പോവും. എന്നാൽ അവിടെയാണെങ്കിൽ ആ കാമുകി പെണ്ണില്ലേ, അവളും ഇവനും തമ്മിൽ ഒന്നും നടക്കുമല്ലായിരുന്നു. പകരം അവളാണെങ്കിൽ ഇവന് ഫുഡ് കൊണ്ടാണ് വന്നത്. ഇത് കാണുന്നേ നമ്മുടെ മിസ് യാങ് പറയും, ഓ നിങ്ങൾ ഫുഡ് കഴിക്കുമായിരുന്നോ എന്ന്. ഉടനെ തന്നെ അവളുടെ ഹസ്ബൻഡ് അവിടെ വലിയ സീനാക്കും. അവൻ ചോദിക്കും, എന്താ നീ പോലീസിനെയൊക്കെ കൊണ്ടുവന്നേ, നിനക്കെന്താ എന്നെ ഡൗട്ടാണോ? എന്നാലും നമുക്ക് രണ്ടുപേർക്കിടയിലുള്ള പേഴ്സണൽ കാര്യത്തിൽ എന്തിനാവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ തലയിടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. കൂട്ടത്തിൽ തന്നെ അവൻ പറയും, ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, ഇത് ഞങ്ങൾ ഒറ്റയ്ക്ക് സംസാരിച്ച് തീർത്തോളാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ രണ്ട് പോലീസുകാരില്ലേ അവരെ രണ്ടുപേരെയും ഇവനങ്ങ് പറഞ്ഞു വിടും. അങ്ങനെ അവരവിടെ നിന്ന് പോവും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജിയോണിനെ സംബന്ധിച്ച് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അവൾ നോക്കുമ്പോൾ എന്താ അവിടെയായിട്ട് ഒരു കണ്ണാടി ടേബിളുണ്ട്. ഇതേ ടേബിളിൽ ഇടിച്ചിട്ട് തന്നെ ആണല്ലോ നമ്മുടെ ജിയോണും മരിച്ചു പോയത്. അങ്ങനെ അവൾ വേഗം തന്നെ ഒരു കമ്പ് എടുത്തിട്ട് അവിടെ ഇരുന്ന് ആ ടേബിളില്ലേ അതങ്ങ് അടിച്ചു പൊട്ടിക്കും. ഇത് കാണുന്നേ നമ്മളുടെ ഈ മിസ് യാങ്ങിൻ്റെ ഹസ്ബൻഡ് പറയും, നിനക്കെന്താ പ്രാന്താണോ, നീ എന്തിനാ ആവശ്യമില്ലാതെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കുന്നത്? ഉടനെ തന്നെ നമ്മുടെ ജിയോൺ പറയും, നിന്നെ കാരണം മിസ് യാങ്ങിന് എന്തെങ്കിലും പറ്റിയ ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടത്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ പോലീസ് അവിടേക്ക് വരും. പോലീസ് വന്നിട്ട് ചോദിക്കും, എന്തോ ഇവിടെ സൗണ്ട് കേട്ടേ എന്ന്. അപ്പോൾ ഇങ്ങേര് പറയും, അതായത് ഈ പെണ്ണ് എൻ്റെ വീട്ടിൽ അധികൃതമായിട്ട് കയറിയിട്ട് സാധനങ്ങൾ അടിച്ച് പൊട്ടിക്കുക, ഇവളെ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിസ് യാങ് ഫ്രണ്ടിലായിട്ട് വരും. എന്നിട്ട് അവരാണെങ്കിൽ ഇവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയും, നിങ്ങളിപ്പോൾ എത്രയൊക്കെ അഫെയർ ഇല്ല എന്ന് പറഞ്ഞാലും എനിക്ക് സത്യം നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് അഫെയർ ഉണ്ട് എന്ന്. അത് പ്രൂവ് ചെയ്യാനുള്ള തെളിവ് ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കും, അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തോന്നും പറഞ്ഞിട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്നേ ഇവരുടെ ഹസ്ബൻഡ് ഇവരെ നല്ലതുപോലെ ഇൻസൾട്ട് ചെയ്യും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജിയൂണിനെ ഇൻസൾട്ട് ചെയ്യും. ഇത് കേൾക്കുന്നേ നമ്മുടെ മിസ് യാങ്ങിനെ അങ്ങോട്ട് സഹിക്കത്തില്ല. അവരാണെങ്കിൽ ഇവൻ്റെ ചെവുക്കുറ്റി നോക്കി നല്ലൊരു അടിയങ്ങ് വെച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ ഇവൻ എന്ത് ചെയ്യുമെന്നറിയാവോ, നമ്മുടെ മിസ് യാങ്ങിനെ പിടിച്ചങ്ങ് തള്ളും. അതായത് നമ്മുടെ ജിയൂൺ എങ്ങനെയാണോ തലയിടിച്ച് വീണത് സെയിം രീതിയിൽ അവിടെയാണെങ്കിൽ നമ്മുടെ ജിയൂൺ ഓൾറെഡി ആ ടേബിൾ നശിപ്പിച്ച് കളഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മിസ് യാങ്ങിന് ഒന്നും പറ്റത്തില്ല. കറക്റ്റ്
എന്നിട്ട് അവർ ആ ടേബിളിൽ തലയിടിക്കുന്നത് പോലെ വന്ന് വീഴുന്നത്. അങ്ങനെ നമ്മുടെ ജിയോൺ പെട്ടെന്ന് പേടിച്ചിട്ട് അവരെ വന്ന് എണീപ്പിക്കും. എന്നിട്ട് അവൾ പറയും ഇപ്പോൾ ഈ ടേബിൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മിസ് യാങ് ഇപ്പോൾ മരിച്ചു പോയേനെ എന്ന്. അങ്ങനെ ഇവരെ മൂന്നുപേരെയും പോലീസ് പിടിച്ചുകൊണ്ട് പോകും. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതും കറക്റ്റായിട്ട് നമ്മളുടെ ജെയും അതേപോലെ തന്നെ മിസ്റ്റർ ലീയും വരും. എന്നിട്ട് മിസ്റ്റർ ലീ വന്നിട്ട് നമ്മുടെ ജിയൂണിനെയും അതേപോലെ തന്നെ മിസ് യാങ്ങിനെയും പുറത്തിറക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജിയൂണിപ്പോൾ നല്ലതുപോലെ പേടിച്ചു പോയായിരുന്നു. അവൾക്ക് നന്നായിട്ടറിയാം ഈ ഫേറ്റ് ഇനി റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുമെന്ന്. അപ്പോൾ അവൾ പറയും, നിങ്ങൾ ഇനി ഒരിക്കലും നിങ്ങളുടെ ഹസ്ബൻഡിനെ ഒറ്റയ്ക്ക് കാണാൻ പോകരുത്, ഞാനുമായിട്ടേ പോവാവൂ, എന്നെ എപ്പം വിളിച്ചാലും ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ മിസ് യാങ്ങിനെ ഒന്നും മനസ്സിലാവത്തില്ല. അവർ ചോദിക്കും, അല്ല നിനക്ക് എന്നെപ്പറ്റി കെയർ ഉണ്ട് എന്നുള്ളത് സത്യമാണ്, എങ്കിലും നീ ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നതൊക്കെ കുറച്ച് വിയേർഡായിട്ടാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണുന്നതിന് എപ്പോഴും ഞാൻ നിന്നെ വിളിക്കേണ്ട കാര്യം എന്തുവാ? ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോണ് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇവർക്ക് ഫ്യൂച്ചർ അറിയാമല്ലോ, ഇത് പറഞ്ഞാലും മിസ് യാങ് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അവൾ പറയും, അതൊക്കെ ഉണ്ട്, നിങ്ങൾ എന്തായിരുന്നാലും എന്നെ വിളിക്കണോ എന്ന് പറയും. ഉടനെ തന്നെ നമ്മുടെ മിസ്റ്റർ ലീ വന്നിട്ട് പറയും, എന്തായിരുന്നാലും മിസ് യാങ്ങിന് എന്താവശ്യം ഉണ്ടെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വില്ലിങ് ആണ്, അതുകൊണ്ട് നിനക്ക് ടെൻഷൻ ഇല്ലാതെ ഇവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞ് നമ്മുടെ ജിയോനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോന് നല്ല സന്തോഷമാകും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോണും അതേപോലെ തന്നെ ജെയും കൂടി അവരുടെ വീട്ടിലായിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെ നമ്മുടെ ജിയോൺ പറയും, എനിക്ക് നന്നായിട്ടറിയാം മിസ് യാങ്ങിൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണോ നടന്നത് സെയിം ഇൻസിഡൻസ് തന്നെയാണ് നടക്കുന്നതെന്ന്. അതിൻ്റെ ഹിൻഡ് പോലും സെയിം ആണ്. അതായത് ബ്രോക്കൺ ആയിട്ടുള്ള ആ ലോക്ക്, അതേപോലെ തന്നെ റെഡ് ഹീല്, അവിടെ വിതറിക്കിടന്ന ആ മുട്ടായികൾ, അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ടേബിള്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജയ ചോദിക്കും, ഇതിനെ നമ്മൾ എങ്ങനെ ചേഞ്ച് ആക്കും? ഉടനെ തന്നെ ജിയോൺ പറയും, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് യാങ്ങിന്റെ ഫേറ്റിനെ ഇനി വേറെ ആർക്കെങ്കിലും കൊടുക്കണം. ഞാൻ പ്ലാൻ ചെയ്യുന്നത് തന്നെ മിന്നിനും അതേപോലെ തന്നെ സുമിനും കൊടുക്കണമെന്നാ. അപ്പോൾ അവിടെ മരിക്കേണ്ട സ്ഥാനത്ത് സുമിൻ മരിച്ചോളും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജയ് പറയും, ഓക്കെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, പക്ഷേ അതെങ്ങനെ ചെയ്യും? ഉടനെ തന്നെ നമ്മുടെ ജിയോൺ പറയും, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുമിനെ നമ്മളുടെ മിന്നു വെറുക്കണം, എന്നാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് എനിക്ക് നിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും മിന്നിനെ സെഡ്യൂസ് ചെയ്തെടുക്കാം. അങ്ങനെ ആവുമ്പോൾ അവനും സുമിനും തമ്മിൽ ഇഷ്യൂസ് സ്റ്റാർട്ട് ആവുമല്ലോ. നീ എന്നെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മുടെ ജിയോൺ പറയും. ഇത് കേൾക്കുന്ന ജയ്യും അത് സമ്മതിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം ഓഫീസിലാണ്. അവിടെ നമ്മളുടെ ജിയോൺ ആണെങ്കിൽ ഓഫീസിലിരിക്കുന്നതും കറക്റ്റായിട്ട് നമ്മുടെ ജയ വന്നിട്ട് അവളുടെ അടുത്ത് പറയും, നീ ഇപ്പോൾ ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഈ മീൽ കിറ്റിൻ്റെ പ്രോജക്റ്റിൽ നിന്ന് ഞാൻ നിന്റെ പേര് റിമൂവ് ആക്കുവാണ്, ഇനി മുതൽ നീ ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യേണ്ട എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോൺ ഭയങ്കര ഷോക്കായതുപോലെ അഭിനയിക്കും. എന്നിട്ട് അവൾ ഓടി വന്ന് നമ്മുടെ ജയുടെ അടുത്ത് പേഴ്സണലി സംസാരിക്കും. അതൊരു സ്റ്റെയറിൻ്റെ അടുത്താണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ജിയോൺ ചോദിക്കും, അല്ല നീ എന്തിനാ എൻ്റെ പേര് ആ മീൽ കിറ്റിൽ നിന്ന് എടുത്ത് മാറ്റിയത്? ഉടനെ തന്നെ നമ്മുടെ ജയ് പറയും, അത് നീ ആണെങ്കിൽ എപ്പോഴും പണത്തിന് മാത്രമാണ് വാല്യൂ കൊടുത്തിട്ടുള്ളത്, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ബ്രേക്കപ്പ് ആയില്ലേ, അതുകൊണ്ട് തന്നെ എനിക്കിനിയിപ്പോൾ നിന്നെ ഫേവർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, ഇനി മുതൽ നീ ആ മീൽ കിറ്റിൻ്റെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യേണ്ട. നിനക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ ഈ ജോലി റിസൈൻ ചെയ്തിട്ട് പൊക്കോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ജയ് അവിടെ നിന്നും പോവും. സത്യം പറഞ്ഞ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതേ അവിടെ തന്നെ സ്റ്റെയറിൻ്റെ അടുത്തായിട്ടിരുന്നിട്ട് നമ്മുടെ മിന്നും കേട്ടോണ്ടിരിക്കുമായിരുന്നു. അവനിത് കേൾക്കുന്നേ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൻ വിചാരിക്കും, ഓഹോ അപ്പോൾ ഇവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആയോ? എന്നാൽ ഇവർക്ക് ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ എന്തുമായിരിക്കും? അവൻ നല്ല ക്യൂരിയസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മിന്നാണെങ്കിൽ അവിടെ അവൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും അവൻ നല്ല ക്യൂരിയസ് ആയിട്ടായിരിക്കുന്നത്. അവൻ ആലോചിക്കും, എന്നാലും ആ ജിയോണിനും അതേപോലെ തന്നെ ജയിക്കും ഇടയിൽ എന്തായിരിക്കും സംഭവിച്ചതെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോൺ അവിടേക്ക് വരും. എന്നിട്ട് അവൾ നമ്മുടെ മിന്നിൻ്റെ അടുത്ത് ഭയങ്കര കെയറിങ് ആയിട്ട് സംസാരിക്കും. അവൾ പറയും, നീയാണെങ്കിൽ എന്ത് നല്ല പൊസിഷനിലിരുന്ന ഒരാളാണ്, ഇപ്പം നിൻ്റെ പൊസിഷൻ നോക്കിയാണേ, നീ ആ സുമിനുമായിട്ട് കല്യാണം കഴിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉറപ്പായിട്ടും നീ നല്ലൊരു സ്ഥാനത്ത് ഇരിക്കേണ്ടതായിരുന്നു, നമ്മൾ രണ്ടുപേരും ഒരിക്കലും ബ്രേക്കപ്പോ ആവത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ഓരോന്ന് കാര്യം പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ മിന്നാണെങ്കിൽ നൈസിന് ചോദിക്കും, അല്ല നിനക്കും ജയിക്കും തമ്മിൽ എന്താ പ്രശ്നം, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ബ്രേക്കപ്പ് ആയോ? ഉടനെ തന്നെ നമ്മളുടെ ജിയൂൺ ആണെങ്കിൽ അവിടെ പറയും, അതെ അത് വലിയൊരു സ്റ്റോറിയാണ്. ജയുടെ അച്ഛനാണെങ്കിൽ എനിക്കൊരു 80 മില്യൺ രൂപ വന്നിട്ട് പറഞ്ഞു അവനുമായിട്ട് ബ്രേക്കപ്പ് ആവണോ എന്ന്. ആ പൈസ കിട്ടിയ കാര്യം തന്നെ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് അറിഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അവനുമായിട്ട് ബ്രേക്കപ്പ് ആയതും. എനിക്കറിയത്തില്ല എന്ത് വേണമെന്ന്. സത്യത്തിൽ 80 മില്യൺ രൂപയെന്ന് വെച്ചാൽ അതൊരു വലിയ എമൗണ്ട് തന്നെ അല്ലേ. ഇത് കേൾക്കുന്നേ നമ്മളുടെ മിന്നു വിചാരിക്കും, ഓ അപ്പോൾ ഇതാണല്ലേ സംഭവിച്ചത്. പെട്ടെന്ന് തന്നെ അവനിങ്ങനെ കരുതും, എന്തൊക്കെയായിരുന്നാലും ഇവളിപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുക, ഇവളുമായിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടോ ആ
80 മില്യൺ രൂപ എനിക്ക് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നേ എന്ന് അവനിങ്ങനെ മനസ്സിൽ ഓരോന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോൺ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഞാനാണെങ്കിൽ ഒരു രഹസ്യം പറയട്ടെ, എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ റീസെൻ്റായിട്ട് വലിയൊരു ആക്സിഡൻറ്റ് ആവേണ്ടിയായിരുന്നു. ആ ആക്സിഡൻറ്റിന് വേണ്ടിയിട്ട് എന്നെ കൊല്ലാനൊരുങ്ങിയത് വേറെ ആരുമല്ല, സുമിൻ്റെ അച്ഛൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ സുമിനാണെങ്കിൽ ഇത്രയും മോശപ്പെട്ട പെണ്ണാണ് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അവൾ പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനൊരുങ്ങിയല്ലോ. ഇത് കേൾക്കുന്നത് നമ്മുടെ മിന്നു ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൻ വിചാരിക്കും, ഓ അപ്പോൾ ഇവക്ക് സത്യമല്ല അറിയാമല്ലേ, എന്നാലും ഇവക്ക് പകുതി സത്യം മാത്രമേ അറിയത്തുള്ളൂ, ഇതിനകത്ത് എനിക്കും പങ്കുണ്ടോ എന്ന് അവൾ അറിഞ്ഞു കാണത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ അവളിപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്നിട്ട് അവനാണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് വേഗം തന്നെ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ സുമിനുവിനെ വിളിക്കും. എന്നാൽ നമ്മളുടെ മിന്നാണെങ്കിൽ അവളുടെ കോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യത്തൊന്നുമില്ല, അതങ്ങ് ഇഗ്നോർ ചെയ്ത് കളയും. എന്നിട്ട് നമ്മുടെ മിന്നു വിചാരിക്കും, ഞാനാണെങ്കിൽ ആ യൂറ പറഞ്ഞതനുസരിച്ച് ജിയോണിനെ അങ്ങനെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ലൈഫ് ഭയങ്കര നരകമായിരിക്കും. അതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് ഞാൻ അവളുമായിട്ട് സെറ്റ് ആവുന്നതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജിയോൺ മരിച്ചാലും അവളുടെ ക്യാഷ് മൊത്തം പോകുന്നത് ജിയോണിൻ്റെ അമ്മയ്ക്കായിരിക്കത്തില്ലേ. അത് ടെക്നിക്കലി നമ്മളുടെ ഈ സുമിൻ്റെ കയ്യിലുമായിരിക്കും പോകുന്നത്. എന്നാൽ ഞാൻ ഇവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ക്യാഷ് എല്ലാം ഡയറക്റ്റ് എൻ്റെ കയ്യിലോട്ട് തന്നെ വരും. അപ്പോൾ പിന്നെ അത് തന്നെയല്ലേ ഏറ്റവും ബെറ്റർ. ഞാൻ അവളെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കണം എന്നൊക്കെ നമ്മളുടെ മിന്നിരുന്ന് പ്ലാൻ ചെയ്യും. സത്യത്തിൽ നമ്മുടെ ജിയോൺ ആണെങ്കിൽ ഇപ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു. അവളാണെങ്കിൽ നമ്മുടെ മിന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെ അവൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവളപ്പോൾ പറയും, സുമിന് ഇത്രയും മോശപ്പെട്ട പെണ്ണാണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അവളെ നീ കല്യാണം കഴിച്ചതുകൊണ്ടല്ലേ, ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ചൂടായിരുന്നു എന്നൊക്കെ അവൾ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ മിന്നിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടും. അവരാണെങ്കിൽ വേഗം തന്നെ ഒന്നും നോക്കത്തില്ല, നമ്മളുടെ ജിയോണിനെ കയറി അങ്ങ് കെട്ടിപ്പിടിക്കും. അതേ സമയത്ത് തന്നെ വേറൊരു സീൻ കാണിക്കും. അതായത് നമ്മുടെ സുമിനാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് വെച്ചിട്ട് നമ്മളുടെ ആ ജിയോണിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ മാനേജർ കിമ്മില്ലേ, അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അങ്ങേര് കാണുന്നത് നമ്മുടെ സുമിൻ്റെ അടുത്ത് പറയും, എന്നാലും നീ ഇപ്പോൾ കല്യാണം കഴിച്ച് വേറൊരു കുടുംബിനി ആയാലോ, എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ കൂട്ടത്തിൽ തന്നെ അയാൾ പറഞ്ഞു കൊടുക്കും. അതായത് നമ്മുടെ മിന്നും ജിയോണും കൂടി ഇന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്, നീ ഒന്ന് സൂക്ഷിക്കണം, അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സുമിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൾ വിചാരിക്കും, ഒരിക്കലും ഇല്ല, ജിയോൺ ആണെങ്കിൽ ഒരിക്കലും അവളുടെ ഹസ്ബൻഡായിട്ടുള്ള മിന്നിനെ തട്ടിയെടുക്കാൻ നോക്കത്തില്ല. എന്തായിരുന്നാലും മിന്നി ഇത്രയും നാളും വിചാരിച്ചത് ജിയോണിനെ കൊന്നിട്ട് അവളുടെ 80 മില്യൺ രൂപ തട്ടിയെടുക്കണോ എന്നല്ലേ. അങ്ങനെ ഇരിക്കുന്ന അവൻ ഒരിക്കലും അവളുമായിട്ട് ഇഷ്ടത്തിലാവാൻ ട്രൈ ചെയ്തത് കൂടിയില്ല എന്നൊക്കെ അവൾ വിചാരിക്കും. എങ്കിലും അവൾക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ നമ്മുടെ മിന്നിന് തുരുതുരാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആ മെസ്സേജ് ഒന്നും നമ്മുടെ മിന്ന് വലിയ കാര്യമായിട്ട് എടുക്കത്തേന്നുമില്ല. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജിയോണാണെങ്കിൽ മിന്നിൻ്റെ അടുത്ത് പറയുന്നേ, ഓക്കെ നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാം എന്ന്. അങ്ങനെ അവൾ അവിടെ നിന്ന് വേഗം പോകും. സത്യം പറഞ്ഞാൽ നമ്മുടെ മിന്നും അതേപോലെ തന്നെ ജിയോണും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നേ. ദൂരെ നിന്നിട്ട് നമ്മുടെ ജിയും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവനാണെങ്കിൽ വേറെ റിയാക്ഷൻ ഒന്നും കൊടുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ മിന്നാണെങ്കിൽ നേരെ നമ്മുടെ യൂറേനെ വിളിച്ചിട്ട് കാര്യം പറയുന്നതാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു. അപ്പോൾ അവൻ പറയും, എനിക്ക് തോന്നുന്നത് ജെയും ജിയോണും തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്നാ. ഞാനാണെങ്കിൽ ജിയോൻ്റെ ലൈഫിൽ വീണ്ടും തിരിച്ചു കയറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നവും സോൾവ് ആവും. നിങ്ങൾക്കാണെങ്കിൽ ജെയിനെയും കിട്ടും, എനിക്കാണെങ്കിൽ പൈസയും കിട്ടും. അതുകൊണ്ട് അത് തന്നെ ആയിരിക്കും ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മിന്നാണെങ്കിൽ വേഗം തന്നെ കോൾ അങ്ങ് കട്ട് ചെയ്യും. സത്യത്തിൽ നമ്മുടെ യൂറയാണെങ്കിൽ ഇത് കേൾക്കുന്നത് നല്ലതുപോലെ ഷോക്കായി പോയായിരുന്നു. അവളാണെങ്കിൽ വേഗം തന്നെ അവളുടെ അസിസ്റ്റൻ്റ് അടുത്ത് പറയും, നമുക്കിതിനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല, ആ സുമിൻ്റെ അച്ഛനും അമ്മേനെ നമുക്കങ്ങ് കൊന്നു കളയാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവസാനം നമുക്ക് തന്നെ വലിയൊരു പ്രശ്നമായിട്ട് വരും. ഈ ജിയോൺ അങ്ങാണോ അറിയണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാനും മിന്നും ഒക്കെയാണ് എന്ന്. അവസാനം അവൾ നമ്മളെ ആരെയും വെച്ചേക്കത്തില്ല എന്നൊക്കെ നമ്മുടെ യൂറ പറയും. സത്യത്തിൽ അവൾ ഇങ്ങനെ ഭയങ്കര വില്ലത്തിമാരെ പോലെ സംസാരിക്കുന്ന കേട്ടിട്ട് നമ്മളുടെ ആ അസിസ്റ്റൻ്റ് ഇല്ലേ, അവൻ തന്നെ ഷോക്കായി പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ ജിയോൺ ആണെങ്കിൽ നേരെ വന്ന് ജെയുടെ കാറിലായിട്ട് കയറുന്നതാണ്. അവിടെ നമ്മുടെ ജെ കുറച്ച് അപ്സെറ്റ് ആയിരുന്നു. വേഗം തന്നെ നമ്മുടെ ജിയോൺ പറയും, നീ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, ഇതെല്ലാം നമ്മളുടെ ഫേറ്റ് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നേ എന്ന്. വേഗം തന്നെ നമ്മുടെ ജെ ആണെങ്കിൽ ആ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അപ്പുറത്തെ സൈഡിൽ വന്ന് നമ്മുടെ ജിയോണിനെ പിടിച്ച് പുറത്തിറക്കിയിട്ട് അവളെ കെട്ടിപ്പിടിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിന്നാണെങ്കിൽ നേരെ വന്ന് സുമിനെ മീറ്റ് ചെയ്യുന്നതാണ്. അവളെ കണ്ടുടനെ തന്നെ അവൻ പറയും, എനിക്ക് ഇതിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മളുടെ മാരേജ് നല്ല രീതിയിലൊന്നും അല്ല പോകുന്നത്, നമുക്കാണെങ്കിൽ കുഞ്ഞും ജനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന നമുക്ക് രണ്ടുപേർക്കും ഡിവോഴ്സ് ചെയ്താലോ എന്ന്. ഇത് കേൾക്കുന്നേ സുമിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അപ്പോൾ അവൾ ചോദിക്കും, ഇതെന്താ പതിവില്ലാതെ പെട്ടെന്നൊരു ഡിവോഴ്സിനെ പറ്റി ഒരു സംസാരം, എന്താ നീ ആണെങ്കിൽ ജിയോണിനെ കണ്ടായിരുന്നോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ മിന്നിനാണെങ്കിൽ എന്ത് പറയണോ എന്നറിയത്തില്ലായിരുന്നു.
അവൻ പറയും എനിക്ക് എൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട്, നീ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് തന്നാൽ മാത്രം മതിയെന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ സുമിനും നല്ല അപ്സെറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂൻവു ഇല്ലേ, അവനാണെങ്കിൽ അടുത്ത ദിവസം ജോലിക്കായിട്ട് അവൻ്റെ റെസ്റ്റോറൻറ്റിൽ വരുന്നതാണ്. അതാണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ കൂടിയല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും ഭയങ്കരമായിട്ട് അതിശയിച്ചിരിക്കും ഇന്ന് എന്ത് പറ്റിയത് എന്ന്. ഉടനെ തന്നെ അവർക്ക് എല്ലാവർക്കും മെസ്സേജും വരും. അതായത് ഈ ഒരു മാസത്തെ സാലറി നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ഇനി മുതൽ നിങ്ങളിവിടെ വർക്ക് ചെയ്യാൻ വരണ്ട, പോരാത്തിന് ഈ റെസ്റ്റോറൻറ്റ് ഞാൻ വേറൊരാൾക്ക് വിൽക്കുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻവു ഭയങ്കരമായിട്ട് ഷോക്കാകും. പെട്ടെന്ന് തന്നെ ആ ഡോർ തുറന്നിട്ട് പുതിയ ഓണർ ഇറങ്ങി വരും. അത് വേറെ ആരുമല്ല, നമ്മുടെ യൂറ തന്നെയാണ്. യൂറ വന്നിട്ട് നമ്മുടെ യൂൻവുവിൻ്റെ അടുത്ത് പറയും, എന്താ നിൻ്റെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് പൂട്ടിപ്പോയോ? നിനക്ക് എന്തായിരുന്നാലും ഞാൻ നല്ലൊരു ജോലി തരാം, നിനക്ക് വേണമെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് തന്നെ ഞാൻ എഴുതി തരാം, പക്ഷെ പകരമായിട്ട് നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണോ എന്ന്. എന്നാൽ നമ്മുടെ യൂൻവുവിന് മനസ്സിലാവത്തില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ യൂനു ആണെങ്കിൽ ഒരു ബാറിലായിട്ട് വന്നിരിക്കുന്ന അവിടെയായിട്ട് തന്നെ നമ്മുടെ യൂനയും വരും. പെട്ടെന്ന് തന്നെ അവൾ ചോദിക്കും, എന്ത് പറ്റി നീ ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്? ഉടനെ തന്നെ യൂനു പറയും, സത്യത്തിൽ ജിയൂണുമായിട്ട് ഞാനാണെങ്കിൽ പിരിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ചെയ്തിട്ടാണ് എന്നെ തന്നെ എൻഗേജ് ആക്കി വെച്ച്. എന്നാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ ജോലിയും നഷ്ടപ്പെട്ടു പോയി. എത്രയൊക്കെ പറഞ്ഞാലും നിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് നമ്മുടെ യൂനു പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ യൂനു ഭയങ്കര ഷോക്കായിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളാണെങ്കിൽ അവളുടെ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നല്ലൊരു സെലിബ്രിറ്റി ഷെഫിനെ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നു. അപ്പോൾ അവൾ വേഗം തന്നെ ഇവനെയും കൊണ്ട് നമ്മുടെ ജിയൂൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, നമുക്ക് വേണമെന്ന് സെലിബ്രിറ്റി ഷെഫ് ദാ നിൽക്കുന്നു എന്ന്. ഇത് കാണുന്നേ നമ്മളുടെ ജിയൂണും ഭയങ്കര സന്തോഷമാവും. അങ്ങനെ ജിയൂണും യൂനുവും കൂടി ഇരുന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങും. അവിടെ നമ്മുടെ യൂനു ആണെങ്കിൽ ജിയൂൻ്റെ അടുത്ത് പറയും, അതായത് യൂറയാണെങ്കിൽ അവൻ്റെ ജോലി തന്നെ നശിപ്പിച്ച് കളഞ്ഞ കൂട്ടത്തിൽ തന്നെ അവൻ്റെ അടുത്ത് എന്തോ ഒരു ഹെൽപ്പും ചോദിച്ചു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയൂൺ ചോദിക്കും, നിൻ്റെ അടുത്ത് അവൾ എന്ത് ഹെൽപ്പാണ് ചോദിച്ചത്? അപ്പോൾ നമ്മുടെ യൂനു പറയും, അതിനെപ്പറ്റി എനിക്കറിയത്തില്ല, അവൾ എൻ്റെ അടുത്ത് എന്താന്ന് പറഞ്ഞില്ല എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയൂൺ ആണെങ്കിൽ ഇക്കാര്യം നമ്മുടെ ജയിനെ വിളിച്ചിട്ട് അറിയിക്കും. അതായത് യൂനുവിൻ്റെ അടുത്ത് യൂറ എന്തോ ഒരു ഹെൽപ്പ് ചോദിച്ചു എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ് പറയും, ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് വേഗം തന്നെ അവൻ കോൾ അങ്ങ് കട്ട് ചെയ്യും. ഇവിടെ നമ്മുടെ ജയ് ആണെങ്കിൽ ആ യൂറയുടെ അസിസ്റ്റൻ്റ് ഇല്ലേ അവനുമായിട്ട് സംസാരിക്കുമായിരുന്നു. എന്നിട്ട് നമ്മുടെ ജയ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, നിൻ്റെ കയ്യിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അവൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് എൻ്റെ അടുത്ത് റിവീൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അവൾ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയുടെയും കൂട്ടത്തിൽ നിനക്കും നശിച്ചു പോവാം. ഇത് കേൾക്കുന്നേം ആ അസിസ്റ്റൻറ്റിന് കാര്യം മനസ്സിലാവും. അവന് നന്നായിട്ട് അറിയാം, അതായത് നമ്മുടെ യൂറയുടെ കൂടെ കൂട്ടു നിന്ന് കഴിഞ്ഞാൽ അവസാനം അവന് നല്ല 8ൻ്റെ പണി കിട്ടുമെന്ന്. അങ്ങനെ അവനാണെങ്കിൽ എല്ലാം സമ്മതിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിയൂണിനാണെങ്കിൽ മിന്നിൻ്റെ അടുത്ത് നിന്ന് കോൾ വരുന്നേ. അവൻ പറയും, നമുക്ക് ഇന്ന് ഒരു ഡിന്നറിന് പോയാലോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജിയൂണാണെങ്കിൽ അതിന് ഓക്കെ പറയും. തൊട്ട് പുറകെ തന്നെ നമ്മുടെ ജയ വിളിക്കും. അപ്പോൾ നമ്മുടെ ജിയൂൺ ചോദിക്കും, എന്ത് പറ്റി നീ ഇപ്പോൾ എന്നെ ഇങ്ങനെ കോൾ ചെയ്തതെന്ന്. ഉടനെ ജയ പറയും, നീ ആണെങ്കിൽ ഇനി മുതൽ ആ മിന്നുമായിട്ട് നല്ല ക്ലോസ് ആയിട്ട് നടക്കേണ്ട യാതൊരു കാര്യവും ഇല്ല, അവനെ സെഡ്യൂസ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല, ഞാൻ അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഓൾറെഡി ഒരു അഫെയർ ഉണ്ട് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയൂൺ ഭയങ്കര ഷോക്കായി പോവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ പറയും, അത് വേറെ ആരുമല്ല യൂറ തന്നെയാ എന്ന്. ഞാനാണെങ്കിൽ നിൻ്റെ ഫേറ്റ് അവളിലോട്ട് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ആ അസിസ്റ്റൻ്റ് വഴി റെഡ് ഹീൽസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ആ ചോക്ലേറ്റിൻ്റെ ബോക്സ് ഇല്ലേ അതും കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോൺ വിചാരിക്കും, ഓക്കെ അപ്പോൾ ഞാൻ ഇത്രയും ദിവസവും ആ മിന്നുമായിട്ട് ഭയങ്കര ക്ലോസ് ആവാൻ നോക്കിയാൽ വേറൊരു ഫലവും ഇല്ല എന്ന്. പെട്ടെന്ന് തന്നെ ആ ലൈനിലുണ്ടായിരുന്ന മിന്നിനെ അവൾ വിളിച്ചിട്ട് പറയും, എനിക്കിന്ന് നിൻ്റെ കൂടെ ഡിന്നറിന് വരാൻ പറ്റത്തില്ല, സത്യം പറഞ്ഞാൽ നീ ആണെങ്കിൽ ഇപ്പോഴെങ്കിലും കുറച്ചെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്തത്, നിനക്ക് ഇപ്പോഴും പണം തന്നെയാണ് വേണ്ടത്, എനിക്കത് നല്ല വൃത്തിയായിട്ട് മനസ്സിലായി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജിയോൺ ആണെങ്കിൽ കോൾ അങ്ങ് കട്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നു ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ചെയ്യും. അവൻ വിചാരിക്കും, ഓക്കെ നീ അപ്പോൾ എന്നെ വെറുതെ കളിപ്പിക്കുമായിരുന്നല്ലേ എന്നും പറഞ്ഞിട്ട് അവൻ ഭയങ്കര വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂറേനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സുമിൻ്റെ ആ അച്ഛനെയും അമ്മേനെയും കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുമല്ലായിരുന്നോ. അങ്ങനെ അവൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിട്ട് വരും. അവിടെയായിട്ട് നമ്മുടെ സുമിൻ്റെ അച്ഛനും അമ്മേനെ ഒരു കാറിലായിട്ട് ഇരുത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ആ കാറിൻ്റെ അകത്ത് ഒരു ടോക്സിക് ഗ്യാസ് ഉണ്ടല്ലോ, അതും അങ്ങ് വിട്ടുകൊടുക്കും. അത് കാരണം അവർ ശ്വാസം മുട്ടി മരിച്ചു പോകുമല്ലോ. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂറയാണെങ്കിൽ അവളുടെ അസിസ്റ്റൻ്റ് അടുത്ത് പറയും, ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് നല്ലതുപോലെ ഇഷ്ടമായി എന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവളുടെ അസിസ്റ്റൻറ്റ് അവളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജിയൂണാണെങ്കിൽ ഇപ്പോൾ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയെ അവൾക്ക് മെസ്സേജ് ഇട്ട് പറയും, ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൻ്റെ സ്ഥലത്തോട്ട് വന്നുകൊണ്ടിരിക്കുക എന്ന്. നമ്മുടെ ജിയോണും ഈ മെസ്സേജ് വായിച്ചിട്ട് അങ്ങോട്ട് ഫോൺ താഴ്ത്തി വെക്കുന്നേ. വേഗം തന്നെ അവളുടെ ലാൻഡ് ഫോണിലായിട്ട് ഒരാൾ വിളിക്കും. അതൊരു അൺനോൺ നമ്പറായിരുന്നു. അവൾ കോൾ എടുക്കുന്നതും അതിനകത്ത് ഭയങ്കര വില്ലന്മാരെ പോലെ ചിരിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് വേറെ ആരുമല്ല, നമ്മുടെ മിന്ന് തന്നെയാണ്. അവനാണെങ്കിൽ ആ ഓഫീസിൽ
ഓഫീസിലായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോൺ ഭയങ്കരമായിട്ടും പേടിച്ചു പോവും. ഉടനെ തന്നെ മിന്ന അവിടേക്ക് വരും. എന്നിട്ടാണെങ്കിൽ അവൻ ചോദിക്കും, നീ എന്താ എന്നെ ഇങ്ങനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് നീ വിചാരിച്ചോ? പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോൺ ആണെങ്കിൽ അവിടെയായിട്ട് കയറി അങ്ങ് ഒളിക്കും. എന്നാൽ നമ്മുടെ മിന്നാണെങ്കിൽ ഇവളെ വെറുതെ വിടുന്ന യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ അവിടെ എല്ലാം പരതി നോക്കിയിട്ട് അവസാനം നമ്മുടെ ജിയോണിനെ കണ്ടുപിടിക്കും. എന്നിട്ട് അവൻ ചോദിക്കും, നിന്റെ കൂടെ ലാസ്റ്റ് ആയിട്ട് ഒന്നിച്ചിരിക്കാന്ന് പ്ലാൻ ചെയ്ത എന്നെ നീ വെറും പൊട്ടനാക്കിയല്ലേ? നിനക്ക് എന്താ എന്നെ ഇങ്ങനെ നാണം കെടുത്തുമ്പോൾ എന്തെങ്കിലും സന്തോഷം കിട്ടോ? നിനക്ക് അത്രയ്ക്ക് സന്തോഷമാണോ എന്നൊക്കെ ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോൺ പറയും, എനിക്ക് നല്ലതുപോലെ അറിയാം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയത് നീ തന്നെയാണ് എന്ന്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ കൂടെ കൂട്ടാവാൻ വന്നത് എന്നും പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നിനങ്ങ് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അവൻ പറയും, നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കത്തില്ല എന്ന്. ഉടനെ തന്നെ നമ്മുടെ ജിയോൺ പറയും, നിന്റെ കയ്യിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നേ നീ എന്നെ കൊന്നു കളയണം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ ജീവനോടെ വെറുതെ വേണം. ജീവനോടെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊന്നു കളയും, നിന്നെ ഞാൻ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ ജിയോണിൻ്റെ കഴുത്ത് നല്ലതുപോലെ പിടിച്ചിരിക്കും. നമ്മുടെ ജിയോണാണെങ്കിൽ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ബോധം കെട്ട് വീഴുന്നതും കറക്റ്റായിട്ട് നമ്മുടെ ജയ അവിടേക്ക് വന്ന് ഈ മിന്നിനിട്ട് നല്ലൊരു ചവിട്ടങ്ങ് വെച്ച് കൊടുക്കും. അവിടെ നമ്മുടെ ജിയോണാണെങ്കിൽ ഇപ്പം മരിക്കും എന്നുള്ളൊരു സ്റ്റേജിലാണ് കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ അവളിങ്ങനെ സ്വന്തമായിട്ട് വിചാരിക്കും, എൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് എപ്പോഴും മിന്നിൻ്റെ കൈ കൊണ്ട് മരിക്കണോ എന്നാണോ എന്ന്. എനിക്ക് എൻ്റെ ഈ ഫേറ്റിനെ ഒരിക്കലും ചേഞ്ച് ആക്കാൻ പറ്റത്തില്ലേ. ഈ ഒരു സീനോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.